കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർക്ക് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത്. അതായത് നവകേരള യാത്രയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ 5 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇന്നലെ പിണറായിയുടെ വീട്ടിലെ റെയ്ഡിനിടെ ഒരു കാര്യമുണ്ടായി. അതായത് ഈ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട് ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥർ അതീവ സുരക്ഷാ മേഖലയായ പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ സംഘർഷ ദിവസം രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെടുകയും കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപുമാണ് ബുധനാഴ്ച റെയ്ഡ് നടന്ന വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവർ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക സുരക്ഷാ വലയത്തിന്റെ ഭാഗമെന്നോണം നിലയുറപ്പിച്ചത് ആഭ്യന്തര വകുപ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട്. സസ്പെൻഷനുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമാകാനോ VIP സുരക്ഷാ പരിധിയിൽ പ്രവേശിക്കാനോ പാടില്ലെന്നാണ് നിയമം. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഈ നടപടി സേനയുടെ അച്ചടക്കത്തെയും വിശ്വാസ്യതയും ബാധിക്കുന്നതാണ്. ബുധനാഴ്ച രാവിലെ ED ഉദ്യോഗസ്ഥർ റെയ്ഡിനായി എത്തിയപ്പോൾ പിണറായി വിജയൻ, ഭാര്യ, മകൾ എന്നിവരെ മാത്രമാണ് വീടിനുള്ളിൽ തുടരാൻ അനുവദിച്ചത്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും മറ്റ് സുരക്ഷാ ജീവനക്കാരെയും ED പുറത്താക്കിയിരുന്നു. ഇതോടെ ഇവർ വീടിന് പുറത്ത് നിലയുറപ്പിച്ചു. പിണറായിയുടെ ഔദ്യോഗിക അംഗരക്ഷകർക്കൊപ്പം തൊട്ടു തലേ ദിവസം സസ്പെൻഷനിലായ അനിൽകുമാറും സന്ദീപും പരസ്യമായി സംഘം ചേർന്ന് നിൽക്കുകയായിരുന്നു. പിന്നീട് ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകർ ആസൂത്രിതമായി അക്രമം അഴിച്ചുവിട്ടപ്പോഴും ഈ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർ അവിടെ സജീവമായി ഇടപെട്ടതായാണ് വിവരം. ഈ സാഹചര്യത്തിൽ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കും. ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയവർ എന്ത് സാഹചര്യത്തിലാണ് അവിടെ എത്തിയതെന്ന് കാണിച്ച് സിറ്റീസ് പോലീസ് കമ്മീഷണറോട് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടാൻ സാധ്യതയുണ്ട്. നവകേരള സദസ്സ് കാലത്ത് പ്രതിഷേധക്കാരെ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന് മുൻപ് ന്യായീകരിച്ചിരുന്നെങ്കിലും സസ്പെൻഷനിലായ ശേഷവും നിയമം ലംഘിച്ചവർ ഇതേ രീതിയിൽ തുടരുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നിയമ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കൂടാതെ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.